മാത്യുക്കുഴൽനാടന്റെ ഹർജിയിലെ ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കോടതി കൃത്യമായി തന്നെ ആ ഉത്തരവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഈ ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരണം. കാരണം മാത്യു കൊടുത്ത രേഖകൾ അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു ഹർജിയായി നിൽക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഹർജി നിൽക്കില്ല എന്നുള്ളത് ഒന്നാമതായി കോടതി ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പ്രേരിത ആരോപണമാണ് എന്ന വാദം ബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ആർഗ്യുമെന്റിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. മാത്യുക്കുഴൽനാടൻ രേഖകൾ നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാദം. പക്ഷേ എത്ര രേഖകൾ നൽകി എന്നുള്ളത് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ കേസിന്റെ മാത്യുക്കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മാസപ്പടി വിഷയത്തിലെ ആരോപണങ്ങളിൽ കൃത്യമായ ഒരു ക്രക്സ് പോയിന്റിലേക്ക് എത്താൻ മാത്യുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ പരാതിക്കാരനായ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLA ആദ്യം നൽകിയത് 14 രേഖകളാണ്, 14 ഡോക്യുമെന്റ്സ്. അതിനുശേഷം ഈ വർഷം മാർച്ച് 23-ാം തീയതി 6 രേഖകൾ കൂടി അഡീഷണലായി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് 25-ാം തീയതി 3 രേഖകൾ കൂടി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം മെയ് 2-ാം തീയതി 4 രേഖകൾ കൂടി കൊടുക്കുന്നു. 3-ാം തീയതി 1 രേഖ. അങ്ങനെ ആകെ നോക്കിക്കഴിഞ്ഞാൽ മാത്യു 28 രേഖ കൊടുത്തു. പക്ഷേ ആ 28 രേഖയും ഇതിൽ മാസപ്പടി വാങ്ങിയാണ് സേവനങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന മാത്യുവിന്റെ ആരോപണം തെളിയിക്കുന്നതിന് ബലമുള്ള ഒന്നുപോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവോടെ വ്യക്തമായിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നത് പരിശോധിക്കപ്പെടണം. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഒപ്പം EDയും ആദായ നികുതി വകുപ്പും ഒക്കെ പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് there is something. പക്ഷേ അതെന്താണ് എന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാനായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ കൂടുതൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വിശദമായി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ആരോപണത്തിന്റെ മാത്യു കുഴൽനാടന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ ഈ മാസപ്പടി വിവാദം എന്ന് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സേവനം കൊടുക്കാതെ 1.72 കോടി രൂപ നേടിയിരിക്കുന്നു. 1,72,000 രൂപ, ക്ഷമിക്കണം, 1,72,00,000 രൂപ നേടിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇതിലെ ക്രക്സ്, ഈ അലിഗേഷന്റെ ക്രക്സായി വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ, എക്സാലോജിക് എന്ന കമ്പനി, വീണ വിജയൻ, ഈ 3 പേർക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2 തരത്തിലുള്ള ഫേവേഴ്സ്, അതാണ് മാത്യു കുഴൽനാടന്റെ ആരോപണത്തിൽ ഉണ്ടായിരുന്നത്, ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മറവിൽ 2018-ലെ പ്രളയമാണ് അതിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മറവിൽ ഒരു സർക്കാർ ഉത്തരവിറക്കുന്നു. അതിൽ നിന്ന് ഈ മണ്ണ് നീക്കുന്നതിനായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മിനറലുകൾ ധാരാളമുള്ള മണ്ണ് നീക്കുന്നതിനായുള്ള അനുമതി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലൈനന്റ്. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ. അതായത് 28 രേഖകളിൽ ഇതിനകത്ത് ഒരു തുണ്ട് കടലാസ് പോലും ഇത് തെളിയിക്കുന്ന രേഖയായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുമ്പോൾ മാത്യു കുഴൽനാടനും കോൺഗ്രസും പരിശോധിക്കേണ്ടത്, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ രേഖയുണ്ട്, ആ രേഖ പുറത്തുവിടും, കോടതിയിൽ കൊടുക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ ആ രേഖ ഈ ആരോപണം തെളിയിക്കാൻ പര്യാപ്തമാണോ എന്നുള്ളത് അത് തെളിയിക്കുന്ന രീതിയിൽ കയ്യിലുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ശങ്കരാടിയുടെ രേഖ പോലെ ആയിപ്പോയി കോടതിയിൽ എന്നുള്ളതാണ് ഇന്നെനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ച് ഇങ്ങനെ ഈ ഒരു അലിഗേഷൻ നിൽക്കുന്നതല്ല എന്ന അഭിപ്രായവും എനിക്കില്ല. കാരണം ഇങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്, പണമിടപാട് നടന്നിട്ടുണ്ട്. അത് എക്സാലോജിക്ക് എന്ത് സേവനമാണ് കൊടുത്തതെന്നറിയാൻ എനിക്കിപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടന്റെ അമിത ആത്മവിശ്വാസം അത് കോടതിയിൽ പൊളിഞ്ഞു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഈ ഇ-വേ ബില്ലുകൾ തെളിവായി ഹാജരാക്കിയതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഇ-വേ ബില്ലുകളുടെ അബ്സ്ട്രാക്റ്റുകളാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് IREL CMRL-ന് ഇൽമനേറ്റ് കൊടുത്തിരിക്കുന്നു. എന്നാൽ അതിനകത്ത് ഏത് തരത്തിലുള്ള കൊമോഡിറ്റിയാണ്, ഏത് തരത്തിലുള്ള സാധനമാണ് കൈമാറിയത് എന്ന് വ്യക്തമാക്കുന്നതിന് പറ്റാത്ത തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒതന്റിസിറ്റി അംഗീകരിച്ചാലും, കോടതി കുറച്ചുകൂടി കടുപ്പിച്ച് പറയുകയാണ്, ഇതിന്റെ ഒതന്റിസിറ്റി കോടതി അംഗീകരിച്ചാലും ഇത് കാണിക്കുന്നത് എന്താണ്? IREL കുറച്ച് കൊമോഡിറ്റികൾ CMRL-ന് കൊടുത്തു. അത് മാത്രമാണ് ഇ-വേ ബില്ലിലൂടെ തെളിയിക്കപ്പെടുക. അപ്പോൾ ഇ-വേ ബില്ലൊക്കെയാണ് പ്രധാന രേഖയായി മാത്യു കുഴൽനാടൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ്. പിന്നെ ഈ സപ്ലൈ ചെയിനിൽ ഈ കൺസെഷൻ റേറ്റ് വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അലിഗേഷൻ. അതായത് CMRL-ന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു കൺസെഷൻ കൊണ്ടുവരുന്നു എന്നുള്ള അലിഗേഷൻ, അതും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 28 രേഖകൾ കൊടുത്തു, അതിൽ ഒന്നിൽ പോലും ഇക്കാര്യം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോടതി പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 2024 ഏപ്രിൽ മാസം 19-ാം തീയതി, കഴിഞ്ഞ മാസം 19-ാം തീയതി ഉത്തരവ് പറയുന്നതിനായി ഈ കേസ് മാറ്റിവെച്ചപ്പോൾ ഒരവസരം കൂടി കൊടുത്തു, മാത്യു കുഴൽനാടന് ഒരവസരം കൂടി കൊടുത്തു. എന്തിനായിരുന്നു അവസരം? ടു ക്ലാരിഫൈ 3 ക്രൂഷ്യൽ പോയിന്റ്സ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് താൻ റീഓപ്പൺ ചെയ്തത് എന്ന് കൂടി ജഡ്ജി പറയുകയാണ്. അതിൽ ഒന്നാമത്തേത്, വാസ് ദെയർ എനി ബിസിനസ് ഡീൽ ബിറ്റ്വീൻ KMML ആൻഡ് CMRL? അതുണ്ടോ, അതിന്റെ രേഖകളുണ്ടോ, കൊണ്ടുവരൂ എന്ന് പറഞ്ഞു മാത്യു കുഴൽനാടനോട്. ഈ ഹർജി തള്ളുന്നതിന് മുൻപ് നടന്നതാണ്. വാട്ട് ഈസ് ദ ഫേവർ റിസീവ്ഡ് ബൈ CMRL ഇൻ
റിട്ടേൺ ടു ദ അലജഡ് പേയ്മെന്റ്സ് ടു A6 ആൻഡ് A7. A6 എന്ന് പറയുന്നത് എക്സാലോജിക് കമ്പനിയാണ്, A7 എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയിൽ എന്ന വീണ വിജയനാണ്. അപ്പോൾ ആ രണ്ടാമത്തെ ചോദ്യത്തിനും ആ ഫേവർ എന്താണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തേത്, ഹാസ് ദ ലാൻഡ് ബോർഡ് എക്സംപ്റ്റഡ് ദ ലാൻഡ് ഓഫ് KREML ഫ്രം ദ സീലിംഗ് ലിമിറ്റ്, സീലിംഗ് ലിമിറ്റിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകന് ഈ ഒരു പോയിന്റും അവിടെ കൃത്യമായി തെളിയിക്കുന്നതിനുള്ള രേഖകൾ 28 രേഖയുമായി കോടതിയിലേക്ക് പോയ പല ഘട്ടങ്ങളിലായി 3, 4, 10 അങ്ങനെ പല ഘട്ടങ്ങളിലായി ഹാജരാക്കിയ ഒരു രേഖ പോലും ഈ അന്വേഷണം ആവശ്യപ്പെടുന്നതിനായി ഈ കാര്യം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയായി സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ മാത്യു കുഴൽനാടൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് തന്റെ കയ്യിൽ രേഖകൾ ഉണ്ട് എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ SFIOയുടെ അന്വേഷണം നടക്കുകയാണ്. അവരെല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ പരിശോധിക്കുമ്പോൾ അവർ കൃത്യമായ രീതിയിൽ എന്തൊക്കെ തെളിവുകൾ, ഷോൺ ജോർജ് പറയുന്നു എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള രേഖകളല്ല, ഞാൻ കൃത്യമായ രേഖകളോടുകൂടിയാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഷോൺ ജോർജ് പറയുന്നു. പക്ഷേ ഈ കംപ്ലൈന്റ് റിജക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം മാത്യു കുഴൽനാടൻ ഈ ആരോപണം ഉന്നയിക്കുകയാണ്, അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മളടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ തെളിവുണ്ട് എന്ന് പറഞ്ഞു, രേഖയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ രേഖ കോടതിയിൽ നിന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മാത്യു കുഴൽനാടൻ തന്നെയാണ് ഇനി പറയേണ്ടത്, രേഖയുണ്ട് എന്ന് പറഞ്ഞ് ജനത്തെ പറ്റിച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആരോപണം ഇത്രയും കാലം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ ആവശ്യമായ രേഖകൾ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത മാത്യു കുഴൽനാടനാണ്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്കിതിൽ ബോധ്യമുണ്ട്, ഞാൻ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് മാത്യു പറയുന്നത്. പക്ഷേ ഈ 28 രേഖയുമായി ഇനി മുന്നോട്ട് പോയിട്ടും വലിയ കാര്യമുണ്ടാകില്ല. അവിടെ വിജിലൻസ് കോടതിയെ കുറ്റം പറയുന്നതിന് പകരം കൃത്യമായ തെളിവുകൾ ചോദിക്കുമ്പോൾ പ്രാഥമിക അന്വേഷണം ആവശ്യപ്പെടാൻ ഈ തെളിവ് എന്തിനാണെന്നൊക്കെയാണ് മാത്യു എന്ന് വാദിക്കുന്നത് കണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മാസപ്പടിയിൽ പന്ത് CPIMന്റെ കോർട്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മാത്യുവിന്റെ ഈ ഹർജി മാത്യുവിനും കോൺഗ്രസിനും ഒരു സെൽഫ് ഗോളായി മാറി എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ടേക്ക്. Meet the editors.